ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവേത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു അനുജൻ അയാളുടെ മരണവുമായി ബന്ധപ്പെട്ട് നടന്നതും പിന്നെ അവരുടെ വീട്ടിൽ സംഭവിച്ചതുമായ കാര്യങ്ങളാണ്. പിന്നീട് ആ സുഹൃത്തിന് ആ വീട് ഉപേക്ഷിച്ച് അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വന്ന കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കഥയുടെ അവസാനം വരെ കേൾക്കുക. ഇതിലൊരു മെസ്സേജ് ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ കൗമാരക്കാരായ മക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും ആ മെസ്സേജ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, യാതൊരുവിധ അന്ധവിശ്വാസങ്ങളും ഞാൻ ഈ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ കഥയിലോ കഥാപാത്രങ്ങളോ ഒക്കെ നിങ്ങളെ ആരെങ്കിലുമായി സാമ്യമുണ്ടെങ്കിൽ അത് വെറും യാദൃച്ഛികം മാത്രമാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ നമ്മുടെ കഥയിലേക്ക് വരാം. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു അനുജൻ, കാരണം എൻ്റെ സുഹൃത്ത് വിവാഹിതനാണ്, കുട്ടിയുണ്ട്, ഭാര്യയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജൻ ഏകദേശം 18-19 വയസ്സുള്ള ഒരു പയ്യൻ, സുഹൃത്തുമായി ഏകദേശം 12 വയസ്സോളം ഇളയതാണ് ഈ പയ്യൻ. കാരണം സുഹൃത്തിന്റെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ്. പരമ്പരയുമായി കുറച്ച് സ്വത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാമ്പത്തികമായി വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് അവരുടേത്. പിതാവിന്റെ മരണത്തിന് ശേഷം ഈ പയ്യനെ വളർത്തിയത് ഇദ്ദേഹത്തിന്റെ മാതാവും അതുപോലെ എൻ്റെ ചേട്ടനായ എൻ്റെ സുഹൃത്തും കൂടിയാണ്. പിന്നീട് അവന്റെ സ്വഭാവത്തിൽ വന്ന ചില മാറ്റങ്ങൾ, അവിടെ വീട്ടിലുണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ, അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഈ പയ്യന്റെ മരണത്തിന് കാരണം എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ എനിക്ക് ഈ പയ്യനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്. നമ്മുടെ കഥയിലേക്ക് വരാം. ഈ പയ്യൻ ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ വിട്ടുപോയി ആത്മഹത്യ ചെയ്തതായിരുന്നു, തൂങ്ങി മരിച്ചതായിരുന്നു. കാരണം വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് വീട്ടുകാരെല്ലാം പുറത്ത് എവിടെ പോയി തിരികെ വന്നപ്പോൾ വീട് അടച്ചുപൂട്ടിയിരിക്കുന്നത് കണ്ടു. അങ്ങനെ വീട് കതക് ചവിട്ടി പൊളിച്ച് അകത്ത് കയറി നോക്കിയപ്പോൾ തൂങ്ങി നിൽക്കുന്ന മൃതദേഹം ആണ് കണ്ടത്. അപ്പോൾ കാരണം തൂങ്ങി മരിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം, നമ്മുടെയൊക്കെ രക്തക്കുഴലുകളൊക്കെ മുറുകി, കഴുത്തിൽ രക്തക്കുഴലുകളൊക്കെ മുറുകി, നാക്കൊക്കെ പുറത്തേക്ക് നീട്ടി, അതുപോലെ തന്നെ ചിലരൊക്കെ മലമൂത്ര വിസർജനമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന മൃതദേഹത്തിന് അടുത്തേക്ക് പോകുമ്പോൾ വളരെയധികം ദുർഗന്ധം നമുക്കറിയാം, മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയായിരുന്നു ഈ പയ്യന്റെ മൃതദേഹവും ഉണ്ടായിരുന്നത്. കടുത്ത ദുർഗന്ധമായിരുന്നു. കാരണം മലമൂത്ര വിസർജനമൊക്കെ ചെയ്യുമ്പോൾ ഈ മരണപ്രാളത്തിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ കടുത്ത ദുർഗന്ധം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ പയ്യന്റെ മരണത്തിന് ഏകദേശം 3 മാസത്തിന് ശേഷം പിന്നീട് അവരുടെ വീട്ടിൽ നടന്ന ചില നമ്മുടെ ചിന്താഗതിക്ക് യോജിക്കാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പയ്യന്റെ മരണത്തിന് ഏകദേശം 3 മാസത്തിന് ശേഷം പയ്യന്റെ ചേട്ടത്തി, അതായത് എൻ്റെ സുഹൃത്തിന്റെ ഭാര്യ, കുഞ്ഞ് നിർത്താതെ കരയുന്ന, തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ് നിർത്താതെ കരയുന്ന കേട്ടാണ് കുഞ്ഞിനടുത്തേക്ക് പോയത്. അപ്പോൾ കുഞ്ഞിനടുത്തേക്ക് ചെല്ലും തോറും കടുത്ത ദുർഗന്ധം ആ റൂമിൽ ഉണ്ടായിരുന്നു. കുറച്ച് നേരത്തിന് ശേഷം ആ ദുർഗന്ധം അവിടെ നിന്ന് മാറി. അപ്പോൾ ഈ യുവതിയുടെ ഭർത്താവ്, അതായത് എൻ്റെ സുഹൃത്ത് തിരിച്ചു വന്നപ്പോൾ ഈ അമ്മയും അതായത് ഇവന്റെ ചേട്ടത്തിയും എല്ലാ കഥകളെല്ലാം ഇതിനോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്ത് വീട് മുഴുവൻ പരിശോധിച്ചു. എന്തെങ്കിലും ദുർഗന്ധം ഉണ്ടാകുന്ന വസ്തുക്കളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഈ പയ്യന്റെ മരണത്തിന് ശേഷം ഇവന്റെ റൂമിലേക്ക് തന്നെ, മരണത്തിന് മുൻപ് ഇവന്റെ റൂമിലേക്ക് പോകാൻ ഇവന്റെ അമ്മയോ ചേട്ടത്തിയോ ചേട്ടനോ ഒന്നും തയ്യാറാവില്ല. കാരണം ഇവൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇവന്റെ കാണാനില്ല, ആരെങ്കിലുമൊക്കെ റൂമിൽ കയറി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ഇവൻ്റെത്. തികച്ചും ഒരു അന്തർമുഖനായിരുന്നു ഈ പയ്യൻ. ആരോടും അധികം സംസാരിക്കാറില്ല. കാരണം ഇവനെക്കുറിച്ച് അയൽവാസികളുടെയൊക്കെ കഥകളൊക്കെ ഇവന്റെ ചേട്ടനും അമ്മയും ഒക്കെ വിശ്വസിക്കുമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ്, നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളെയൊക്കെ, കൗമാരക്കാരായ കുട്ടികളെയൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് വെച്ച് ഈ മുതിർന്ന ആളുകൾ, നമ്മുടെ അയൽവക്കക്കാരല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആളുകളൊക്കെ, ബന്ധുക്കളായ ആളുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ നമ്മളോട് വന്ന് പറയുന്ന കഥകളുണ്ട്, ചില മിനിഞ്ഞെടുത്ത കഥകളുണ്ട്. അതായത് നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടു, ചില വൃത്തികെട്ട കൂട്ടുകാർ ഒപ്പമാണ് അവരെ കണ്ടത് എന്നൊക്കെ ചില കഥകളൊക്കെ മെനഞ്ഞ് പറയാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില കഥകളൊക്കെ ഇവന്റെ അമ്മയും ചേട്ടനും ഒക്കെ വിശ്വസിച്ചിരുന്നു ഇതിനെക്കുറിച്ച്. അങ്ങനെയൊക്കെ ഒരു നിഷേധാത്മകമായ സ്വഭാവമായിരുന്നു ഇവൻ്റേത്.
തികച്ചും ഒറ്റബുദ്ധി എന്ന് പറയുന്നത് പോലെ കാരണം പെട്ടെന്ന് തന്നെ പ്രതികരിക്കും. വീട്ടിൽ വരുന്ന ബന്ധുക്കളോടോ ചേട്ടത്തിയമ്മയോടോ അതുപോലെ ചേട്ടത്തിയമ്മയുടെ ബന്ധുക്കളോടോ ഒന്നും ഇവൻ മിണ്ടാറില്ല. ഇവൻ നേരെ കോളേജ് കഴിഞ്ഞ് വരും, റൂമിൽ കയറി കഥ അടയ്ക്കും. പിന്നെ ഈ പുറത്ത് ഇറങ്ങുന്നത് ആഹാരം കഴിക്കാൻ മാത്രമാണ്. അങ്ങനെ അധികം ആരോടും മിണ്ടാറില്ല. കാരണം ഇവരുടെ ചുറ്റുപാടും താമസിച്ചിരുന്ന ആളുകളൊക്കെ വളരെയധികം യാഥാസ്ഥികരായ ആളുകളായിരുന്നു. അവരോടൊന്നും ഇവൻ അധികം സംസാരിക്കാറില്ലായിരുന്നു. കാരണം ഇവന്റെ ഈ പ്രകൃതം കാരണം ആളുകളൊക്കെ പല കഥകളും മെനഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. കാരണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, മുടി വളർത്തിയിട്ട് നടക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കാണുമ്പോൾ ചില ആളുകളുടെ ഒരു മനോഭാവമാണ് ഇത്തരത്തിലുള്ള കഥകളൊക്കെ അവരെ കുറിച്ച് മെനഞ്ഞെടുക്കുക. ചിലപ്പോൾ അങ്ങനൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അവർക്ക് രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കാം, ഇഷ്ടമുള്ള രീതിയിൽ മുടി വളർത്താം. അതിനൊക്കെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു നാടാണ് നമ്മുടേത്. യാഥാസ്ഥികരായ ആളുകളുടെ ഒരു കുഴപ്പമാണ് ഇങ്ങനെയൊക്കെയുള്ള കഥകൾ മെനഞ്ഞുണ്ടാക്കുക. അപ്പോൾ അതൊക്കെ കേട്ട് നമ്മളൊക്കെ വിശ്വസിച്ച് നമ്മുടെ കുട്ടിയെ ശകാരിക്കാറുണ്ട്. വാസ്തവത്തിൽ അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. അപ്പൊ ഞാൻ കഥയിലേക്ക് തന്നെ വരാം, വിഷയം മാറിപ്പോകുന്നു. അപ്പോൾ ഈ റൂമിൽ കനത്ത ദുർഗന്ധം രാത്രിയിൽ വീണ്ടും അനുഭവപ്പെടുകയും കുഞ്ഞു നിർത്താതെ കരയുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എന്റെ സുഹൃത്തിന് വീണ്ടും സംശയമായി. ഇപ്പോൾ രാത്രി വീണ്ടും റൂം പരിശോധിച്ചു. അതിനുശേഷം ഇവരുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും നമ്മുടെ മനോനിലയ്ക്ക് യോജിക്കാത്ത കാര്യങ്ങളാണ്. കാരണം ഏതൊക്കെ വിരുന്നുകാരൊക്കെ വിളിച്ച് ചിലപ്പോൾ വീട്ടിലേക്ക് വന്ന് ആഹാരം കഴിച്ചാലും അതിലൊക്കെ ചിലപ്പോൾ മാലിന്യങ്ങൾ കാണപ്പെടുക. മാലിന്യങ്ങൾ അതായത് മുടിനാരുകൾ, പക്ഷിയുടെ തൂവല്, കോഴിത്തൂവല്, ആഹാരങ്ങളൊക്കെ എത്ര ശ്രദ്ധയോടെ വെച്ചാലും പാചകം ചെയ്താലും ഇതിലൊക്കെ ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ കാണപ്പെടുക. അതുപോലെ മുടിനാരിഴകൾ കാണുക. അപ്പോൾ ഇവർക്ക് ഈ വീട്ടിൽ നിന്ന് തന്നെ ആഹാരം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് കടുത്ത ദുർഗന്ധം എന്ന് പറഞ്ഞാൽ കടുത്ത ദുർഗന്ധം അനുഭവപ്പെടുക. അപ്പോൾ ഞാൻ ആദ്യമൊന്നും ഈ കഥകൾ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ എന്റെ തന്നെ ഒരു ബന്ധു ഇവരുടെ വീട്ടിൽ പോയി തിരിച്ചു വന്ന് മടങ്ങിയ സമയത്ത് ഇതുപോലെ ദുർഗന്ധം അനുഭവപ്പെടുകയും വീട് മുഴുവൻ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ എന്റെ ബന്ധു തന്നെ എന്നോട് വന്ന് പറഞ്ഞു, ഇന്ന പോലെ ആ വീട്ടിൽ നിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ഇന്ന പോലെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇവനോട് തിരക്കിയപ്പോൾ പറഞ്ഞു, സത്യമാണ്, ഇന്ന പോലെ കുറച്ച് പ്രശ്നങ്ങളായി ഞങ്ങൾ വളരെ കാലമായി ബുദ്ധിമുട്ടിലാണ്. അവന്റെ മരണത്തിന് ശേഷം ഞങ്ങൾക്ക് വളരെയധികം വേദനയുണ്ടാക്കിയൊരു മരണമായിരുന്നു അവൻ്റേത്. പക്ഷേ എന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങളൊന്നും അവൻ ചെയ്തിരുന്നില്ല എന്ന് പിന്നെ അവന്റെ മരണത്തിന് ശേഷമാണ് മനസ്സിലായത്. അതായത് ഞാൻ ആ കഥ പറയാം. കാരണം ഈ തൂങ്ങി മരിച്ച അസ്വാഭാവികമായ മരണം ഏത് സ്ഥലത്ത് നടന്നാലും പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്യാറുണ്ട്. കാരണം ഈ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ഒക്കെ പിന്നീട് വൈകിയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് കിട്ടിയത് എന്തെങ്കിലുമൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുമോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളല്ലായിരുന്നു എന്നാണ് പോലീസുകാരൊക്കെ അവനോട് പറഞ്ഞത്. അതുപോലെ അവന്റെ ഫോൺ, അതുപോലെ നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്ന ഫോണിൽ ഏറെ നേരം ചിലവഴിക്കുന്ന ആളാണ് എന്ന്. അപ്പോൾ അവന്റെ ഫോണിൽ അവൻ ആകെ തിരഞ്ഞത് ആത്മഹത്യയെക്കുറിച്ച് മാത്രമാണ്. അതായത് വീട്ടിലെ ഫാനിന്റെ കെട്ടഴിച്ചു, ഫാനിന്റെ കൊളുത്തഴിച്ചു, ശേഷം ഫാൻ തൂക്കിയിരുന്ന കൊളുത്തിൽ ഈ കയറ് മുറിഞ്ഞു പോകാതിരിക്കാനായിട്ട് ആ കമ്പിയിൽ തുണിയൊക്കെ ചുറ്റി. അപ്പൊ ആത്മഹത്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു അവന്റെ ഫോൺ തിരഞ്ഞത്. കാരണം 3 മാസത്തിന് ശേഷം പോലീസ് ഈ രാസപരിശോധനാ ഫലവും ഫോണും ഒക്കെ തിരികെ കൊടുത്തപ്പോൾ ഇവർക്കൊക്കെ വളരെ വേദനയുണ്ടായി. കാരണം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അവൻ്റേതെന്ന് മനസ്സിലായി. കാരണം ഇവന്റെ നിഷേധാത്മകമായ സ്വഭാവമാണ്. പെട്ടെന്ന് തന്നെ വഴക്കുണ്ടാക്കും. വീട്ടിൽ മിക്കവാറും വഴക്കായിരുന്നു. അവന്റെ അമ്മയോട് തന്നെ പെട്ടെന്ന് തന്നെ വഴക്കുണ്ടാകും. കാരണം അവന്റെ റൂമിലൊന്നും ആർക്കും കയറുന്ന ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള അസ്വാഭാവികമായ കാര്യങ്ങളൊക്കെ ഇവിടെ വീട്ടിൽ സംഭവിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇവന്റെ മരണത്തിന് ശേഷം ഈ സുഹൃത്ത് ഒരു പൂജ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ജ്യോത്സ്യനെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജയൊക്കെ നടത്തി. പക്ഷെ അങ്ങനെ കുറെ പണം നഷ്ടപ്പെട്ടതല്ലാതെ ഇവിടെ വീട്ടിലുണ്ടാകുന്ന ഇതും പ്രഹേളിയായിട്ട് എനിക്ക് അവർക്കും അതായത് അവരെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഇന്നും പ്രഹേളിയായി മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. പിന്നീട് അദ്ദേഹത്തിന് ആ വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ പൂജയൊക്കെ നടത്തി വളരെയധികം പൈസയൊക്കെ ചെലവായി. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ, ഈ ദുർഗന്ധം വരിക, കുഞ്ഞു നിർത്താതെ കരയുക. ഇവന്റെ മരണത്തിന് ശേഷമാണ് ഇവന്റെ റൂമിലേക്ക് കയറിയത് ഇവന്റെ ധൈര്യപ്പെട്ടത് ഇവന്റെ അമ്മയും ഇവന്റെ ചേട്ടത്തെയും ഒക്കെ. കാരണം അതിന് മുമ്പ് റൂമിലേക്ക് കയറുന്നത് തന്നെ ഇവന് ഇഷ്ടമല്ലായിരുന്നു. കാരണം വീട്ടിൽ വഴക്കുണ്ടാകുമായിരുന്നു, ഇവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇവന്റെ റൂമിൽ ഈ ആത്മഹത്യക്ക് ശേഷം കയറി നോക്കിയപ്പോഴൊക്കെ ഇവൻ ഈ ഭിത്തിയിൽ കോറിയിട്ട അക്ഷരങ്ങളൊക്കെ അതായത് ഇവൻ ഈ ലോകത്തിനോട് തന്നെ വെറുപ്പാണ് എന്ന രീതിയിലായിരുന്നു ഭിത്തിയിലൊക്കെ എഴുതിയിട്ടിരുന്നത്. എന്താണ് ഇങ്ങനെ ലോകത്തിനോട് തന്നെ വെറുപ്പ് എന്ന്
ഒരുപക്ഷെ അവനെ ഈ ശകാരിക്കുന്നതിന് പകരം അവനോടൊപ്പം ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. കാരണം നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ ഈ ഈ ഈ അന്യ ആളുകളൊക്കെ, നമ്മുടെ അറിയാവുന്ന ആളുകളൊക്കെ നമ്മുടെ കുട്ടികളെ പല സ്ഥലത്തുമൊക്കെ വെച്ച് കണ്ടു എന്നൊക്കെ നിങ്ങൾക്കൊക്കെ കൗമാരക്കാരായ മക്കളുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ച് കണ്ടു, അവരെ കണ്ടു, ഈ കടയിൽ ചിലപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ പോയായിരിക്കും, ചിലപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ കടയിൽ പോയായിരിക്കും, അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാൻ കടയിൽ പോയായിരിക്കും കൂട്ടുകാർക്കൊപ്പം. കാരണം യാഥാസ്ഥിതിയായ ആൾക്കാരുടെ ഒരു കുഴപ്പമാണ് നിങ്ങളുടെ കുട്ടികളെയൊക്കെ അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു എന്നൊക്കെ പിടികുന്തങ്ങളൊക്കെ ചേർത്ത് നിങ്ങളോട് വന്ന് പറയുക. അപ്പോൾ നിങ്ങൾ അതൊക്കെ കേട്ട് വൈകാരികമായി അവരോട് ഇടപെടാതിരിക്കുക. കാരണം കൗമാരക്കാരോട് നിങ്ങളുടെ കഷ്ടപ്പാടുകളോ കാര്യങ്ങളോ അവരെ വളർത്തിയ കഷ്ടപ്പാടോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാവുന്ന പ്രായമല്ല. ഹോർമോൺ വ്യതിയാനമൊക്കെ നല്ലവണ്ണം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് കൗമാരം എന്ന് പറയുന്നത്. അപ്പോൾ കൗമാരക്കാരോട് നമ്മൾ ഇടപെടുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ കഷ്ടപ്പാടോ കാര്യങ്ങളോ ഒന്നും അവരോട് പറയാതിരിക്കുക. കാരണം അങ്ങനെ പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നുമില്ല. കാരണം വളരെ നിഷേധാത്മകമായിട്ട് തന്നെ അവർ പ്രവർത്തിക്കും. കാരണം കൗമാരക്കാരോട് ഇടപെടുമ്പോൾ നമ്മളും ഒരു കൗമാരക്കാരനായിട്ട് മാറുക എന്ന് മാത്രമാണ് അതിനുള്ള പോംവഴി. അപ്പോൾ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകാനിടയായപ്പോൾ സുഹൃത്ത് പിന്നെ പൂജയ്ക്കോ കാര്യങ്ങൾക്കൊന്നും പോയില്ല. അവർ ആ വീട്ടിൽ നിന്ന് തന്നെ വീട് തന്നെ അവിടെ ഇട്ടിട്ട്, കാരണം പിന്നീട് വാടകയ്ക്ക് കൊടുക്കാനൊക്കെ ശ്രമങ്ങളൊക്കെ അവർ നടത്തി. പക്ഷേ നാട്ടുകാരൊക്കെ അതും ഇതൊക്കെ പറഞ്ഞ് അതൊക്കെ മുടങ്ങിപ്പോയി. വിൽക്കാനുള്ള ശ്രമമൊക്കെ തടഞ്ഞു. പിന്നീട് ആ സുഹൃത്ത് വേറെ സ്ഥലത്ത് ഒരു വീട് വാങ്ങിച്ച് അങ്ങോട്ട് താമസം മാറി. പക്ഷെ ആ വീട്ടിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ വീട്ടിൽ ഇവർക്ക് ഒരിക്കലും മനസ്സമാധാനത്തോടെ താമസിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ ഒരു പ്രഹേളിയായിട്ട് എനിക്ക് ഇന്നും മനസ്സിലാകാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കഥയിൽ എന്തെങ്കിലും അന്ധവിശ്വാസങ്ങളെ ആരെയും അടിച്ചേൽപ്പിക്കാനല്ല, നമുക്ക് ചുറ്റും നടക്കുന്ന ചില മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്നു എന്ന് കൂടി പറയാൻ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ പാരാനോർമൽ ആക്ടിവിറ്റി ആണോ അല്ലെങ്കിൽ പ്രേതാനുഭവങ്ങളാണോ എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മുടെ കുട്ടികളുടെയൊക്കെ കൗമാരക്കാരെയൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട പ്രായമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകളൊന്നും മുഖവിലേക്കെടുക്കാതെ നമ്മുടെ മക്കളെ നമ്മൾ തന്നെ വിശ്വസിക്കുക, അവരുടെ തന്നെ കൂട്ടുകാരാവുക. എനിക്ക് വളരെയധികം, കാരണം ഞാൻ പലപ്പോഴും ഈ പയ്യന്റെ കാര്യം പലപ്പോഴും ഇവന്റെ കാര്യം ആലോചിക്കുമായിരുന്നു. കാരണം എനിക്കൊക്കെ വലിയ വിഷമമായിട്ടുണ്ട്. കാരണം തീർത്തും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അവൻ്റേത് എന്ന്. കാരണം അത് അവനെ കുറിച്ച് മനസ്സിലാക്കാൻ അവൻ്റെ സുഹൃത്തിനോ അയാളുടെ അമ്മയ്ക്കോ ഒന്നും കഴിയാതെ പോയി എന്നൊരു വേദനാജനകമായ ഒരു കാര്യമാണ്. എനിക്ക് ഇപ്പോഴും വലിയ വിഷമം ഉണ്ടാക്കി. ഇടയ്ക്കൊക്കെ ഞാൻ അവനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കഥ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.